ഞായർപ്പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, കഴിഞ്ഞ ഒരു ഞായറാഴ്ച നമ്മൾ ബഥേൽ എന്ന സ്ഥലത്തെക്കുറിച്ചും ആ സ്ഥലത്ത് ഗോത്രപിതാവായ യാക്കോബിനുണ്ടായ ദൈവികമായ അനുഭവത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ബഥേൽ, ദൈവഭവനം. ഇന്നാകട്ടെ നമ്മളുടെ പ്രത്യേകമായ പഠനത്തിന് സ്വീകരിച്ചിരിക്കുന്നത് പെനിയേൽ എന്ന പേര് സംബന്ധിച്ചാണ്. അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രസക്തി, ഇതേ സംബന്ധിച്ച് നമുക്കൊന്ന് പ്രത്യേകമായി ചിന്തിക്കാം. ബഥേൽ അനുഭവം യാക്കോബിനുണ്ടായതാണ്. പെനിയേൽ അനുഭവം യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു അവസരമാണ്, ഒരനുഭവമാണ്. ബഥേൽ അനുഭവമുണ്ടായത് കനാൻ നാട്ടിൽ നിന്ന് പിതാവായ ഇസഹാക്കിൻ്റെ ആജ്ഞ അനുസരിച്ച് യാക്കോബ് പദ്ദൻഅരാമിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ പാഠം പെനിയേൽ വരുന്നത് യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് തിരിച്ച് കനാനിലേക്ക് പോകുന്ന വഴി ഉണ്ടായ ഒരു സംഭവം സംബന്ധിച്ചാണ്. പെനിയേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖാമുഖം എന്നാണ്, ദൈവത്തിന് മുഖാമുഖം എന്നാണ്. ദൈവാഭിമുഖം എന്ന് വേണമെങ്കിലും അതിനെ നമുക്ക് പറയാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 23 മുതൽ 32 വരെ ഉള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പദ്ദൻഅരാമിൽ നിന്ന് തിരികെ വരുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് വരുന്നു. കുടുംബാംഗങ്ങളെ മുഴുവനും ഒരു നദി കടത്തി അക്കരയ്ക്കാക്കി. യാക്കോബ് തനിയായി ഇക്കരെ. അപ്പോഴാണ് ആ പുരുഷൻ വന്ന് യാക്കോബിനോട് രാത്രിയിൽ മൽപ്പിടുത്തം നടത്തുന്നത്. പുലർച്ചെ വരെ യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി. പക്ഷെ ജയിച്ചത് യാക്കോബായിരുന്നു. പുലർച്ചയായി വിഷസ്സായി പോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യാക്കോബ് ആ ആളിനോട്, പുരുഷനോട് പറഞ്ഞു, എന്നെ നീ അനുഗ്രഹിച്ചു പോയാൽ മതി. അപ്പോഴേക്കും യാക്കോബിന് മനസ്സിലായി ഇതൊരു സാധാരണ മനുഷ്യനല്ല, പിന്നെയോ ദൈവദൂതനാണ്, ദൈവം തന്നെയാണ്. യാക്കോബ് പറയുക, അയ്യോ, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടല്ലോ, എങ്കിലും അതെന്നെ കുഴപ്പമൊന്നും വരുത്തിയില്ല, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു. അതുകൊണ്ട് മുഖാമുഖം, ദൈവത്തിന് മുഖാമുഖം കണ്ട ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരായി. I will not let you go unless you bless me. Thy name shall be called no more Jacob. അങ്ങനെ ദൈവദൂതനോട് മൽപ്പിടുത്തം നടത്തി. അല്ല, അത് സാധാരണ പുരുഷനായിയാണ് അവൻ കണ്ടത്. മനുഷ്യരോട് പോരാട്ടം നടത്തി, മൽപ്പിടുത്തം നടത്തി അവൻ ജയിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്തിന് പെനിയേൽ എന്നായി. ദൈവത്തോട് തന്നെ അനുഗ്രഹിക്കണമെന്ന്, ദൈവദൂതനോട് അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ദൈവദൂതൻ അവനെ അനുഗ്രഹിച്ചതായി കാണുന്നു. പക്ഷേ ഒരു കാര്യവും കൂടെ അവിടെ സംഭവിച്ചു. യാക്കോബിന് ഒരു പുതിയ പേര് കിട്ടി. ആ പേരെന്തെന്നോ? ഇസ്രായേൽ എന്ന പേര് വന്നു. ഇസ്രായേൽ എന്ന പേര്, അതിൻ്റെ അർത്ഥം ദൈവത്തോട് പോരാടി ജയിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഇസ്രായേൽ എന്ന പേരവന് ലഭിച്ചത്. അങ്ങനെ യാക്കോബിന് ഒരു പുതിയ അനുഭവം, ആ അനുഭവമുണ്ടായ സ്ഥലത്തിന് പെനിയേൽ,
ആ അനുഭവത്തിലേക്ക് യാക്കോബ് ഉയർന്നു വരുവാൻ കാരണമായി തീർന്നു. പോരാട്ടം നടത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മൽപ്പിടുത്തം നടത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിന്മയോടെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്, ദൈവഹിതപ്രകാരമല്ലാത്തത് അതെന്തെല്ലാം ഉണ്ടോ അതിനോടെല്ലാം പോരാടി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ തിന്മയോട് പോരാടി ജയിച്ച് ദൈവികമായ കൃപ ലഭിച്ചവനാണ് യാക്കോബ്. അതുകൊണ്ടാണ് അവർ ദൈവത്തോട് പോരാടി ജയിച്ചവരെന്ന അർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പേരായത്. പിൽക്കാലത്ത് അത് സന്തതി പരമ്പര ഇസ്രായേൽ ജനം എന്ന് പേരുണ്ടായി എന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. ആ സംഭവിച്ച സ്ഥലവും കനാൻ ദേശവും ഇസ്രായേൽ എന്ന പേരായി എന്നും നമുക്കറിയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സവിശേഷമായി ദൈവദൂതനിലൂടെ പ്രാപിക്കുവാൻ ദൈവം കൃപ ചെയ്ത ഒരു മഹാപുരുഷനായിരുന്നു യാക്കോബ്, ഗോത്രപിതാവായ യാക്കോബ് എന്നും നാം കാണുകയാണ്. കുഞ്ഞുങ്ങളെ, പെനിയേൽ ദൈവാഭിമുഖമായി ദൈവത്തെ മുഖാമുഖം കണ്ടു. അങ്ങനെയാണ് ആ സ്ഥലത്തിന് പേര് വന്നത്. അങ്ങനെയാണ് ആ അനുഭവവും. നമ്മളുടെ മനസ്സും നമ്മളുടെ ചിന്തയും അങ്ങനെ ദൈവികമായി ഉയരുവാനും ദൈവാഭിമുഖമായൊരു ജീവിതക്രമം ഉണ്ടാകുവാനും ദൈവം തമ്പുരാൻ നാം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.